ഇനിയിപ്പോൾ ഏകദേശം 25 മിനിറ്റ് സമയമായിരിക്കും അവിടെ ചൂരൽമലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിക്കുക എന്നതാണ്. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട്. വിശദമായ ഒരു സന്ദർശനം തന്നെയാണ് അവിടെ നടക്കുക. നേരിട്ട് അവിടെ വന്ന് മടങ്ങുകയല്ല. ചൂരൽമലയിൽ 25 മിനിറ്റ് സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിക്കാൻ പോകുന്നു. ദുരന്തമുണ്ടായ ഇടങ്ങളിൽ അത് നേരിട്ട് കണ്ട് വിലയിരുത്തുന്ന സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചൂരൽമലയിൽ പുതിയ വില്ലേജ് ഭാഗം വരെയാണ് ഈ ഉരുൾപൊട്ടി എത്തിയ മലവെള്ളം പാഞ്ഞു വന്നത്. ചൂരൽമലയുടെ സ്കൂളിരുന്ന ഭാഗം, സ്കൂളിന് മുൻഭാഗത്ത് കൂടി ഒഴുകിയിരുന്ന ശാന്തമായ നദിയാണ് ഗതി മാറി കലങ്ങി മറിഞ്ഞ് ഒഴുകിയത്. ആ നദിയിലൂടെയാണ് നൂറുകണക്കിന് മനുഷ്യരുടെ മൃതദേഹം ചാലിയാറിലേക്ക് ഒഴുകിപ്പോയത്, ചാലിയാറിൽ വന്നടിഞ്ഞത്, ചാലിയാറിൻ്റെ കരകളിൽ പെട്ടുപോയത്, ആ മൃതദേഹങ്ങളൊക്കെ വീണ്ടെടുക്കുന്നത് ഒക്കെ ശരീരഭാഗങ്ങളായി മാറിയത് ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതെല്ലാം പ്രധാനമന്ത്രിയുടെ മുന്നിൽ റിപ്പോർട്ടുകളായുണ്ട്. 3 റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പ്രധാനമന്ത്രി തേടിയിരുന്നു. ഇക്കാര്യത്തിൽ ആ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നേരിട്ട് ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുന്നത്. പുഞ്ചിരിമട്ടത്തിന് മുകളിൽ മഴനിഴൽക്കാട് നിൽക്കുന്ന മലമ്പ്രദേശത്താണ് ഈ നദിയുടെ ഇരുവഴിഞ്ഞി പുഴയുടെ ഉത്ഭവം. ആ ഉത്ഭവ കേന്ദ്രം മുതലുള്ള ഭാഗങ്ങളിൽ താഴ്ന്നു പറന്ന് ആകാശ നിരീക്ഷണം നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശ നിരീക്ഷണം അവസാനിപ്പിച്ച് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. അവിടെ നിന്ന് വാഹനത്തിൽ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലെ സന്ദർശനം അത് പ്രധാനമായും വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരമാണ് ആദ്യം അദ്ദേഹം പോകുന്ന ഇടം. ചൂരൽമല ടൗണിൽ നിന്ന് അവിടേക്ക് പോകുന്ന പ്രധാനമന്ത്രി തുടർന്ന് ബെയിലി പാലം നിർമ്മിച്ച ഇടത്തേക്ക് വരും. അത് ചൂരൽമല ടൗണിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്താണ്. അവിടെയും വലിയ നാശനഷ്ടങ്ങളാണ് ഇരു കരകളിലും ഉണ്ടായിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമടക്കം നശിച്ചു പോയതാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് യൂണിറ്റ്. അതിലെ സംഘാംഗങ്ങളടക്കം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെയും പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ രക്ഷാപ്രവർത്തനത്തിലെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. സൈന്യത്തിന് നാട് മുഴുവൻ സല്യൂട്ട് നൽകിയാണ് അവർ സേവനം അവസാനിപ്പിച്ച് മടങ്ങുന്ന വേളയിൽ അവരെ യാത്രയച്ചത്. സമാനമായ രീതിയിൽ പ്രധാനമന്ത്രിയും ബെയിലി പാലത്തിനടുത്തേക്ക് വരുന്നു. വയനാടിന് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ടത് ഈ ബെയിലി പാലം കൂടിയാണെന്ന് പറയാതെ കഴിയില്ല. കാരണം രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വോളണ്ടിയേഴ്സിന്, സേനാംഗങ്ങൾക്ക് ഒക്കെ പോകുന്നതിന് അവിടെ തുണച്ചത് ബെയിലി പാലമാണ്. അതിനു മുൻപ് തന്നെ 2 പാലങ്ങൾ, ആദ്യം അവിടെ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു താൽക്കാലിക പാലത്തിലൂടെയാണ് മറുഭാഗത്ത് കുടുങ്ങിപ്പോയ മനുഷ്യരെ, മലമുകളിൽ ഒറ്റയ്ക്കായി പോയവരെ, കുഞ്ഞുങ്ങളെയൊക്കെ ചുമന്നുകൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത്. അവരെയെല്ലാം ആ താൽക്കാലിക പാലത്തിലൂടെയാണ് ആദ്യത്തെ മണിക്കൂറുകളിൽ മറുകര എത്തിച്ചത്. പിന്നീട് കുറച്ചുകൂടി ശക്തിയുള്ള ഒരു പാലം നിർമ്മിച്ചു. അതുവഴി നടന്നു പോകാനുള്ള സംവിധാനമൊരുക്കി. അതിനൊപ്പം തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. രാപകലില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു മേജർ സീതാ ഷാൽക്കെയ്ക്കും സംഘത്തിനും. ഇപ്പോൾ ആ പാലം ഇരിക്കുന്ന ഇടത്തേക്ക് ദുരന്ത ബാക്കിയായി മാറിയ വെള്ളാർമല സ്കൂളിനടുത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് ആ നാടിൻ്റെ മുറിവുണ ാനുള്ള ലേപനവുമായാണ് പ്രധാനമന്ത്രി വരുന്നത് എന്ന പ്രതീക്ഷയുമായാണ്. അതുണ്ടാകുമെന്നാണ് നമ്മളും കരുതുന്നത്. കാരണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ദൃശ്യങ്ങളിലൂടെ, തൻ്റെ മുന്നിലെത്തിയ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വരുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂരൽമല ടൗണിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ചൂരൽമലയിൽ എത്തിയ ശേഷം അവിടെ 25 മിനിറ്റായിരിക്കും പ്രധാനമന്ത്രി ചെലവഴിക്കുക. അതിനുശേഷമാണ് ക്യാമ്പുകളിലേക്ക് പോവുക. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് തത്സമയം എത്താം. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു എന്നതും ഉറപ്പിക്കുകയാണ്. സെൻറ്റ് ജോസഫ് സ്കൂളിലെ റിലീഫ് ക്യാമ്പിലേക്കാണ് ചൂരൽമലയിൽ നിന്ന് നേരെ പ്രധാനമന്ത്രി പോവുക. സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരെ സന്ദർശിക്കുന്നു. അതിനുശേഷമായിരിക്കും ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി പോവുക. അവിടെയുള്ള 4 പേരുമായി, ചികിത്സയിൽ കഴിയുന്ന 4 പേരുമായി, അരുൺ, അനിൽ, അവന്തിക, ഒപ്പം ഒഡീഷ സ്വദേശി, ഈ 4 പേരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. അവർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. മുറിവുകൾ ഉള്ള, മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവുകളുമായി കഴിയുന്ന ആ മനുഷ്യരോട് നരേന്ദ്രമോദി സംസാരിക്കും. അതിനുശേഷമായിരിക്കും കളക്ടറേറ്റ് ഓഫീസിലേക്ക് പോവുക. കളക്ടറേറ്റിലാണ് അവലോകന യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് അവിടെ കണ്ട ദുരന്തം എന്നുള്ളത്, അതിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സ്ലൈഡുകൾ, അങ്ങനെയുള്ള ഒരു പ്രസൻറ്റേഷൻ തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കളക്ട്രേറ്റിലായിരിക്കും ഒരു അരമണിക്കൂറിലധികം സമയം പ്രധാനമന്ത്രി ഉണ്ടാവുക. അതിനുശേഷം 15 മിനിറ്റ് നേരം അദ്ദേഹം കൂടിയാലോചനകൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും രാഷ്ട്രീയ നേതാക്കളുമായുള്ള, BJP നേതാക്കളുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തുകയാണ്. ചൂരൽമലയിൽ പ്രധാനമന്ത്രി എത്തി. അവിടെ ആദ്യം പോകുന്നത് വെള്ളാർമല ഭാഗത്തേക്കാണ്. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരം, ചൂരൽമല ടൗൺ, ബെയിലി പാലം, ഈ 3 ഇടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്താൻ പോകുന്നത്. അവിടെ